എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിനിമാ ന്യൂസിന്റെ എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമ്പുരാന്റെ ഗസ്റ്റ് അപ്പിയറൻസിനെ കുറിച്ചിട്ട് കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. മമ്മൂട്ടി ഉണ്ട്, ഫഹദ് ഫാസിൽ ഉണ്ട്. അപ്പോൾ പൃഥ്വിരാജ് ഓൾറെഡി പറഞ്ഞായിരുന്നു മമ്മൂട്ടി ഫഹദ് ഫാസിൽ ഇല്ലാന്ന്. അപ്പോൾ ഇപ്പോൾ ലാലേട്ടനും അത് കൺഫേം ചെയ്തിട്ടുണ്ട്, മമ്മൂട്ടി ഫഹദ് ഫാസിലോ ഈ സിനിമയിൽ ഇല്ലാന്ന്. പിന്നെ ഒരു കിടിലൻ അപ്ഡേറ്റ് ഉണ്ട്. മലയാളത്തിലെ ആദ്യത്തെ 50 കോടി, അതായത് ആദ്യ ദിനം 50 കോടി കളക്ട് ചെയ്യുന്ന മലയാള സിനിമയായിട്ട് എമ്പുരാൻ മാറാൻ പോവുകയാണ്. എമ്പുരാനെ കുറിച്ചുള്ള വേറൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ രാഗം സിനിമാസിലെ മാർച്ച് 27 മുതൽ മാർച്ച് 31 വരെ കണ്ടിന്യൂസ് ഷോ, അതായത് 24 മണിക്കൂറും കണ്ടിന്യൂസ് ഷോ എമ്പുരാൻ. പിന്നെ ലാലേട്ടൻ്റെ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ വേറൊരു രീതിയിൽ പോകും. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ സിനിമ വളരും. അതങ്ങനെയാണ്. ലാലേട്ടൻ്റെ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രീതി അങ്ങനെയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എമ്പുരാൻ ഒരു വൻ വിജയമായി തീരാനായി. പിന്നെ ബാക്കി മൂവീസിൻ്റെ അപ്ഡേറ്റ്സിൽ സൈജു കുറുപ്പിൻ്റെ അഭിലാഷം എന്നു പേരുള്ള സിനിമ വരുന്നുണ്ട്. ഷംസു സൈബയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 29-ാം തീയതി മാർച്ച് 29-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. മമ്മൂക്കയുടെ ബസൂക്ക ഏപ്രിൽ 10-നാണ് റിലീസ്. അതിൻ്റെ ട്രെയിലർ 26-ാം തീയതിയോ അല്ലെങ്കിൽ എമ്പുരാൻ്റെ സിനിമയ്ക്കൊപ്പമോ ട്രെയിലർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ റാമിൻ്റെ ഷൂട്ടിങ് വീണ്ടും തുടങ്ങും. അതെനിക്ക് തോന്നുന്നത് സത്യനന്ദിക്കാടിൻ്റെ ഹൃദയപൂർവ്വം സിനിമയ്ക്ക് ശേഷമായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അമൽ നീരദ് പ്രൊജക്റ്റ് വരുന്നുണ്ടെന്ന് റൂമറുണ്ട്. അമൽ നീരദ്, ഫഹദ് ഫാസിൽ, മോഹൻലാൽ പ്രൊജക്റ്റ്. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു തീ പ്രൊജക്റ്റ് ആയിരിക്കും. സാഗർ എലിയസ് ജാക്കിക്ക് ശേഷം അമൽ നീരദും മോഹൻലാലും കൂടി ഒന്നിക്കുന്ന സിനിമയാണ്. പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ, അതായത് ബ്രഹ്മയുഗ ഡയറക്ടറുമായിട്ട് ഒരു പടം വരുന്നുണ്ട്. അത് ഈ ആഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ആ സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം. പിങ്ക് വില്ലയുടെ ഒരു ഇന്റർവ്യൂ, അപ്പോൾ അതിൽ മോഹൻലാലും പൃഥ്വിരാജ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഓഡിയൻസും അവിടെ ഇരിക്കുന്നുണ്ട്. അതിലൊരു ഓഡിയൻസ് ചോദിക്കുന്നുണ്ട് പൃഥ്വിരാജിനോട്, പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ ഒരു ഹിസ്റ്റോറിക്കൽ മൂവി വരുമെന്ന്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് രാജുവേട്ടനും ലാലേട്ടനും രണ്ടുപേരും ഒരുമിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്മൈൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ആൻസറും പറയുന്നുണ്ട്. അപ്പോൾ ഒരു സംശയം, ഇനി എങ്ങാനും ഇവർ രണ്ടുപേരുമായിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ മൂവി വരുമോ? ആ ഹിസ്റ്റോറിക്കൽ മൂവി രണ്ടാം ഊഴമായിരിക്കുമോ? സംശയം. ഏപ്രിൽ 4-ന് സിദ്ധാർത്ഥ്, മാധവൻ, നയൻതാര ഈ 3 പേരും ഒന്നിക്കുന്ന ഒരു നെറ്റ്ഫ്ലിക്സ് ഫിലിം വരുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് വേറൊരു ദിവസം കാണാം. ബൈ ബൈ.